നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കപ്പ് കേക്ക് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ആണിത്. ഞാനിവിടെ പറയുന്ന അളവൊക്കെ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് വെച്ചാൽ 240 ml കപ്പാണ് ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് നമുക്കൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കണത് ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടും പിന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനായിട്ടും വേണ്ടിയിട്ടാണ്. അപ്പൊ അരിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. കുറഞ്ഞതൊരു 2 പ്രാവശ്യം എന്തായാലും അരിച്ചെടുക്കണം. ഈ അവസാന അരിപ്പയിൽ ഇങ്ങനെ തരിതരി പോലെ വരണുണ്ടെങ്കിൽ അതും കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ട് അരിച്ചോളൂ കേട്ടോ. അരിച്ചതിന് ശേഷം ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്നാലേ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും ഒക്കെ ഇട്ട് നന്നായി മിക്സായി വരത്തുള്ളൂ. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കാന്നുള്ള ശ്രദ്ധിക്കണം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ പൊടിച്ച പഞ്ചസാര ചേർക്കണം. പൊടിച്ച പഞ്ചസാര ഒറ്റയടിക്ക് ചേർക്കരുത്. ആദ്യം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു പകുതി ഭാഗത്തോളം നന്നായി ബീറ്റായി വരുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെയും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയും കുറച്ച് പഞ്ചസാര ചേർക്കുക. അങ്ങനെ ഒരു 3 ഭാഗമായിട്ട് പഞ്ചസാര ചേർത്താൽ മതി. ഇത് രണ്ടും കൂടെ നല്ല ക്രീം പരുവത്തിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ 1 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞത് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇത് പൊടിക്കണതല്ല കേട്ടോ. 1 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെയാണ് വേണ്ടത്. ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല ക്രീം പരുവത്തിലേക്ക് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്. വാനില എസൻസ് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും പിന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഇല്ലാതാവാനും വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മിക്സ് ആവാനായിട്ട് ബീറ്റ് ചെയ്യാം. ഈ വാനില എസൻസ് മുട്ട പതപ്പിച്ചതിന് ശേഷം ചേർക്കാവൂ. അതിന്റെ കൂടെ കൊണ്ടുപോയിട്ട് ചേർക്കരുത്. ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർക്കുന്നുണ്ട്. നല്ല ഉരുകിയ ബട്ടറാണ്, മെൽറ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോഴും എന്ത് ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഇതേ അളവിലുള്ള ഓയിലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ച മൈദ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അതുപോലെ ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്. വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. നിങ്ങൾ വളരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് നല്ല ഉറപ്പായിട്ട് പോകും. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 4 ഭാഗമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് ഇഷ്ടമുള്ള പേപ്പർ കപ്പിലേക്കോ കപ്പ് കേക്ക് ട്രേയിലേക്കോ ഒക്കെ ഒഴിക്കാം. ഒഴിക്കുമ്പോൾ നിറച്ച് ഒഴിക്കരുത്. പകുതിയിലും കുറച്ച് കൂടുതൽ നിൽക്കണ പോലെ ഒഴിക്കാം. ഞാൻ പറയുകയാണെങ്കിൽ പകുതിയുടെയും 1/4ന്റെയും ഇടയിൽ വരണ പോലെ ഒഴിച്ചാൽ മതി. ഈ കപ്പൊക്കെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതിന്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഒഴിച്ച കൂട്ട് ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യുന്നത്. ഓവന്റെയും കപ്പിന്റെയും ഒക്കെ അനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും. നിങ്ങൾ ആദ്യം ഒരു 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ വെച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിൽ കുത്തി നോക്കുക. ഒന്നും പറ്റി പിടിക്കാതെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് ആണിത്. ഞാനിത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം.
അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കപ്പ് കേക്കാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ വീഡിയോ കാണാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.